ഹായ് ഗായ്സ്, അപ്പം ഇന്ന് 20-ാം തീയതി ഞായറാഴ്ചയാണ്. സാധാരണ ഞായറാഴ്ച ഞാൻ ഓടാറില്ല. ഇന്നലെ ഓടിയിട്ടില്ല. ഇന്നലെ ശനിയാഴ്ച നല്ല മഴയും കാര്യമായപ്പോൾ ഇന്നലെ ഓടിയില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇറങ്ങുന്ന സമയം 7 മണി ആയുള്ളൂ. വലിയ ബ്ലോക്കും കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഞായറാഴ്ച ഊബർ ഓടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ ഇതിന് മുന്നേ ഒരു വട്ടം ഞാൻ ഓടിയിട്ട് എനിക്കൊരു വെള്ളം അടിച്ചൊരു ടീം കയറിയിട്ട് ചെറിയൊരു അലമ്പായതിന് ശേഷം ഞാൻ ഞായറാഴ്ച ഓട്ടലൊക്കെ നിർത്തിയതാണ്. പിന്നെ ഫാമിലീൻ്റെ കൂടെ ഞായറാഴ്ച ഇരിക്കും, അങ്ങനെ ഒന്നാൽ ലീവ് എടുക്കും. അങ്ങനത്തെ പരിപാടി ആക്കിയതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഞായറാഴ്ച ഞാൻ ഓടാറുണ്ട്. അപ്പോൾ എന്നാൽ ഇന്ന് നോക്കുക നമുക്ക് എന്താ അവസ്ഥ എന്നുള്ളത്. CNG ഏകദേശം 2 ഘട്ടൻ്റെ കുറവേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഫുള്ളാക്കിയിട്ടാണ് സൈഡാക്കിയത് വണ്ടി. പിന്നെ അതിന് ശേഷം അല്ലറ ചില്ലറ ഫാമിലി ഓട്ടോ കാര്യമൊക്കെ ഓടിയെന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, CNG ഉണ്ട്. അപ്പോൾ എന്തായാലും ഞായറാഴ്ചത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് വീട്ടിൽ തന്നെയാണ് വെയിറ്റ് ചെയ്തത്. സമയം 7:23. ഒരു 10-25 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നോർത്ത് ജനതാ റൂട്ടിൽ നിന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. അത് കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം എന്നാൽ ഈ കസ്റ്റമർ എടുത്ത് വന്നിട്ട് കാണാം ഗൈസ്. നമ്മളിത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ലൊക്കേഷനിലാണ്. അതൊന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ. പുള്ളിയെ സുബ്രഹ്മണ്യം എന്നാണ് പേര്. ഹലോ ചേട്ടാ. അതെവിടെയാ ചേട്ടാ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ ചില മറ്റേ എന്താ പറയുക, സെക്യൂരിറ്റിക്കാരുണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചുമ്മാ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറി ഇതിനകത്തൊരു റൗണ്ട് അടിച്ച് കസ്റ്റമർ ഇറക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ഇറക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ പാർക്കിംഗ് ഏരിയയ്ക്ക് കിട്ടും. ലാസ്റ്റ് കസ്റ്റമറെയും കൊണ്ട് ഞാനൊരു റൗണ്ട് അടിച്ചതിന് ശേഷം അവിടെ കൊണ്ട് ഇറക്കി കൊടുത്തു ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിത് 2ാമത്തെ ഓട്ടോ അടിച്ചിട്ടു. തൊട്ടടുത്ത് തന്നെ അടിച്ചു. ഞാൻ അവരായിട്ട് വന്നിട്ട് കുറച്ച് നേരമായിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിത് 3ാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ 2ാമത്തെ ട്രിപ്പ് കളമശ്ശേരിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, കലൂരിൽ നിന്ന് കുറച്ചുള്ളിലോട്ടാണ്. അവിടെ എത്തിയ അവിടെ തന്നെ നമുക്ക് 2ാമത്തെ ട്രിപ്പ് അടിച്ചു. അവിടെ നിന്ന് 100 മീറ്റർ അപ്പുറം കസ്റ്റമർ ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ വീഡിയോ ഓണാക്കാൻ കത്തിച്ച് മറന്നുപോയി. അത് കസ്റ്റമർ എടുത്ത് നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്തു. വെണ്ണല ഇവിടുന്ന് ഇനിയിപ്പോൾ ഞാൻ ഫ്ലൈ-ഓവറിൻ്റെ താഴെ, പാലരട്ടം ഫ്ലൈ-ഓവറിൻ്റെ താഴെ പോയി കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഇതേ പാലരട്ടം ഫ്ലൈ-ഓവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും സീഡാക്കിയിട്ട് ഇനി മോട്ടോ അടിച്ചിട്ട് കാണാം. ഏകദേശം നമ്മൾക്കിത് 4ാമത്തെ ട്രിപ്പ്. ഹലോ ചേട്ടാ, എവിടെ നിൽക്കുന്നത്? എവിടെ നിൽക്കുന്നത്? ഓട്ടോ സ്റ്റാൻഡ് അടുത്താണോ? പുള്ളിക്ക് മലയാളം തീരെ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പാലാരിവട്ടം ഫ്ലൈ-ഓവർ റോഡ് റൗണ്ട് അടിക്കേണ്ടി വന്നു. പുള്ളി ആ ട്രാൻസ്ഫോമറിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ അത് സൈഡിൽ നിൽക്കുന്നുണ്ടെന്ന് പുള്ളിയോട് 1000 വട്ടം പറഞ്ഞിട്ടും പുള്ളിക്ക് മനസ്സിലാവില്ല. പുള്ളി തമിഴാണ്, മലയാളമില്ല. അതായിരിക്കും. എന്നാലും ഞാൻ തമിഴിൽ എന്നെ കൊണ്ട് ആവുന്ന മാതിരി തമിഴിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, രക്ഷയില്ല. അപ്പം എന്നാൽ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ 4ാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. 11:30 ആയിട്ടുണ്ട്. പിന്നെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ആ 4 ട്രിപ്പേ കിട്ടിയുള്ളൂ. 4 ട്രിപ്പിന് 606 രൂപ. മിനിയാന്ന് 4 ട്രിപ്പിന് 1500 രൂപ. അത് നമ്മുടെ ചെറിയ ടിപ്പും കാര്യമൊക്കെ പ്രയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് കിട്ടുന്നൊക്കെ വലിയ പ്രതീക്ഷയില്ല. സൺഡേ അല്ലേ. അപ്പം ഞാൻ സ്റ്റേഡിയം അല്ലെങ്കിൽ പാലാരിവട്ടം ഫ്ലൈ-ഓവറിൻ്റെ അവിടെ ഇത് പോയി നിന്നിട്ട് ലൊക്കേഷൻ ഇട്ടിച്ച് ഓടാമെന്ന് വിചാരിക്കുകയാണ്. കാക്കനാട് സിഗ്നലിൻ്റെ അവിടെ എന്താണ് നമ്മുടെ പടമുള്ളിക്ക് പോകുന്ന ഗ്യാപ്പ് റോഡുണ്ടല്ലോ, അവിടെ മുഴുവൻ മെട്രോയുടെ വർക്ക് എടുക്കുന്നതുകൊണ്ട് ഫുള്ളായിട്ട് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സിഗ്നലിൻ്റെ അവിടെ ഞാൻ ഒന്ന് സിഗ്നൽ ഓണായി നേരെ ചെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ അവിടെ ബ്ലോക്ക് കാണുന്നത്. മുമ്പത്തെ വണ്ടിക്കാരനെ കണ്ടിട്ടില്ലായിരുന്നതുകൊണ്ട് അതിൻ്റെ അവസരം ഞാൻ കറങ്ങി തിരിച്ചാണ് വരുന്നത്. ഗായ്സ്, ഇതായത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ കിടക്കുന്നുണ്ട്. മാപ്പ് ഇട്ട് വെച്ചിട്ട് നമ്മൾ എയർപോർട്ടിലാണ് മാപ്പ് ഓണാക്കിയിട്ടുള്ളത്, ലൊക്കേഷൻ വെച്ചിട്ടുള്ളത്. ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് അടിച്ചിന്ന് വരില്ല. ഞാൻ എന്ത് ചെയ്തു,
ഏകദേശം 12:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വെറുതെ ഓടുന്നത് മണ്ടത്തരാണേ. നമുക്ക് ഓട്ടോ അങ്ങോട്ടാണ് ഇട്ട് വെച്ചത്, എയർപോർട്ടിലാണ് ഇട്ട് വെച്ചത്. പക്ഷേ അവിടെ നിന്നും അടിച്ചിട്ടില്ല. നമുക്കിപ്പോൾ വേറെ എങ്ങോട്ടോ ആണെന്ന് ഒരു 190 രൂപേൻ്റെ ഓട്ടമാണ്. എങ്ങോട്ടാണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. പിക്കപ്പ് 2.9 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്റർ തന്നെ 6 മിനിറ്റ്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എനിക്ക് പിക്കപ്പ് അടിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് വണ്ടി ഇല്ലേ. അതിനെന്തായാലും ക്യാൻസൽ ചെയ്ത് സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല. 1.5 കിലോമീറ്റർ ഇനി 4 മിനിറ്റ് കാണിക്കുന്നുണ്ടല്ലോ. തൽക്കാലം ഞാൻ എല്ലാവർക്കും ധൃതിയാണല്ലോ ഗൈസ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല ഞാൻ. ഇപ്പോൾ ഇനി ഒന്നും നോക്കണില്ല. നേരെ അവിടെ നിന്ന് തിരിച്ച് ചെങ്ങമ്പുഴ തന്നെ പോയി കിടക്കാമെന്ന് വിചാരിക്കുകയാണ്. 3.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിൽ 1.5 കിലോമീറ്റർ ബാക്കി. അതിപ്പോൾ എന്തായി വെറുതെ ഇതിനൊന്നും ഊബർ മണ്ണാക്കാട്ടി നമുക്ക് തിരത്തില്ല. വേറെ കാര്യം നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എടപ്പള്ളി ഭാഗത്തേക്കാണ് ട്രിപ്പ് ഉള്ളത്. 1.5 കിലോമീറ്ററാണ് പിക്കപ്പ് ലൊക്കേഷൻ ഉള്ളത്. 4 മിനിറ്റ്. 1.5 കിലോമീറ്ററിന് മേലുണ്ട്. അപ്പം എന്തായാലും അത് നോക്കുക. അതെങ്കിലും ഇനി കൺഫേം ആവോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ ഗൈസ് നമുക്ക് എന്താ പറയുക, തൃക്കാക്കര ഒരു ഭാഗത്തേക്ക് നമ്മൾ ഓട്ടം കിട്ടിയത്. അയ്യോ, നമ്മൾ എയർപോർട്ടിലേക്ക് ആയിരുന്നു ലൊക്കേഷൻ ടച്ച് ചെയ്തത്. അതായത് ലൊക്കേഷൻ ഇട്ട് വെക്കുന്ന ഭാഗത്തോട്ടുള്ള എല്ലാ ഭാഗത്തോട്ടുള്ള ഓട്ടം കിട്ടും. ഇത് എയർപോർട്ടിലേക്ക് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ അതും കഴിഞ്ഞ് നേരെ പോവാം. ഒരു പ്രാവശ്യം കിട്ടിയ അത്താണി ഭാഗത്തേട്ടായിരുന്നു. പിന്നെ കിട്ടിയത് നേരെ എയർപോർട്ട്, കറക്റ്റ് എയർപോർട്ടാണ്. അപ്പം അങ്ങനെ എങ്ങോട്ടും ആവാം. ഇപ്പോൾ ലൊക്കേഷൻ ഓഫ് ആക്കിയിട്ടില്ല. കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തു. ചെയ്തപ്പോൾ ഞാൻ ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ട്രിപ്പ് കംപ്ലീറ്റ് ആയി. ഒരു ക്യാൻസലേഷൻ. അതിനാഴ്ച ആ 1 മണിക്കൂർ നമ്മളവിടെ കിടന്നിട്ട് ഓട്ടോ ഒന്നും അടിച്ചില്ല. അതിന് ശേഷം നമുക്ക് ഓഫ് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പം ഇന്നലെ കഴിഞ്ഞ് എനിക്കൊരു ട്രിപ്പ് അടിച്ചു. ചെറിയൊരു മയക്കത്തിലേക്ക് വിടുകയാണ്. അത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് അടുത്ത ഒരു ട്രിപ്പ് അടിച്ചു. സോറി, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ്. അതായത് നമ്മൾ കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോകണം. പുള്ളിക്കാരനാണെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത് ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ പുള്ളിക്കാരനെ എടുത്ത് ആ ട്രിപ്പ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ കഴിച്ചു. ഫുള്ള് ലോക്കൽ ഓട്ടങ്ങളാണ്, ചെറിയ ലോക്കൽ ഓട്ടങ്ങൾ. ഒന്ന് മയങ്ങി വരികയാണ്. അപ്പം തന്നെ ഇത് നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ചെറിയൊരു വഴിമാറലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2 വട്ടം ഇത് എന്താ പറയുക, ചേഞ്ച് ചെയ്യേണ്ടി വരും, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മൾ കറക്റ്റ് എത്തി. പുള്ളിക്കാരൻ്റെ ഫോണിലല്ല ചെയ്തിരുന്നത്, വേറെ ആളെ ഫോണിലാണ് ചെയ്തത്. അപ്പോൾ അവനെ വിളിച്ച് ചേഞ്ച് ചെയ്യിപ്പിച്ചു. എന്തായാലും CNG കുറവാണ് ഇവിടെ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ 24 hours CNG ഉണ്ട്. അപ്പോൾ ഇനി നേരെ അവിടെ പോയി CNG അടിച്ച് ഫില്ല് ചെയ്തിട്ട് കാണാം ഗൈസ്. 455 രൂപയുടെ CNG ആണ് ഇപ്പോൾ അടിച്ചുള്ളത്. ഫുള്ളാക്കിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല കേട്ടോ. എന്നാലും 455 രൂപയിൽ ഒരു 135 കിലോമീറ്റർ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നലെ ഓടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടും ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല, നഷ്ടമൊന്നുമില്ല. 1300 രൂപേൻ്റെ ഓട്ടോ ഓടി. അതിൽ കൂടുതൽ ഓടായിരുന്നു. ഒരു 100 രൂപയുടെ CNG ഞാനും വെറുതെ അനാവശ്യമായിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഓക്കെയാണ്. ഇന്നായി ഗൈസ്, ഞാൻ അവിടെ നിന്ന് CNG ഫില്ല് ചെയ്ത് വണ്ടി എടുത്തിട്ട് എനിക്ക് ഓട്ടോ ഒന്നും അടിച്ചില്ല ഇതുവരെ. നേരെ 4-4:15 പിന്നെ നമ്മൾ കളമശ്ശേരിയൊക്കെ ഇട്ട് നോക്കി, അവിടെ ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഈ കുസാറ്റ് ജംഗ്ഷനിൽ ഇട്ട് നോക്കി, അവിടെ നിന്ന് ഓട്ടോ അടിയുന്നില്ല. ഈ ഒരു ഏരിയനെ പറ്റി എനിക്ക് വലിയ ധാരണ ഇല്ല, എന്താ അവസ്ഥ എന്നുള്ളത്. റിസ്ക് എടുക്കണ്ടല്ലോ, നമ്മളൊന്നില്ലെങ്കിൽ എടുക്കുന്ന എഫേർട്ടിനുള്ള ഒരു ബെനിഫിറ്റ് വേണമല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ലുലു മാളിൻ്റെ അങ്ങോട്ട് മാപ്പ് വെച്ച് നോക്കിയപ്പോൾ ആ കുറച്ച് ദൂരമേ ഉള്ളൂ, 2.5 കിലോമീറ്റർ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ടും അത്ര വലിയ ദൂരമൊന്നുമില്ല. ചങ്ങമ്പുഴേനെ അങ്ങോട്ട് ലുലു മാൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ എപ്പോഴുള്ള ഓട്ടം പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു ഏരിയയാണ്. ഇന്ന ഏരിയയുടെ നമുക്കറിയാം. പറഞ്ഞ് നാക്കെടുത്തില്ല, അത് അടിച്ചിട്ടുണ്ട് ഗൈസ്.
കിട്ടത്തില്ല എന്തായാലും. നമ്മളെ ഫ്രണ്ടിൽ തന്നെയാണല്ലോ അവർ. ഓക്കെ, കറക്റ്റ് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ലുലുമാളിൻ്റെ ഫ്രണ്ടിലുണ്ട് കസ്റ്റമർ. ആ പാലം ഇറങ്ങിയ പാടന്നെ. ഞാനത് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഊബർ നല്ല ഓമ്പിക്കലാണ് തന്നത്. നമുക്ക് അതിൽ നിന്ന് വഴിയാം. പക്ഷെ ഇവനൊരു തമിഴ് ആയതുകൊണ്ട് മലയാളം അറിയില്ല. ഞാൻ വെറുതെ ഒരു 1.5 കിലോമീറ്റർ കറങ്ങി. അപ്പോൾ വീണ്ടും കറക്കാനുള്ള വഴി കാണിച്ചു തന്നു. പക്ഷെ കറക്റ്റ് ഇവൻ ഇന്ത വഴി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു 1.5 കിലോമീറ്റർ കൂടി നമ്മൾ ലാഭിച്ചു. പക്ഷെ എന്താ ചെയ്യുന്നത്, ഒരുമാതിരി മറ്റുള്ള പരിപാടിയാണ് ചില സമയത്ത് ഊബർ കാണിക്കാം. പിന്നെ 219 ഫെയർ കാണിച്ചത്. അതേ എമൗണ്ട് എനിക്ക് കിട്ടി. അവർ ആദ്യമായിട്ടാണ് ഊബർ വിളിക്കുന്നത്. 13 കിലോമീറ്റർ 219 രൂപ. എത്ര ഫെയർ കിട്ടിയെന്ന് ഇപ്പോൾ പറഞ്ഞുതരാവേ. 219 ഹരിക്കണം 13, 16 രൂപ കിലോമീറ്റർ ചാർജ്. ഓമ്പി ചാർജാണ്. അത് ഇനി ഓരോ കണക്ക് പ്രകാരം നോക്കിയാൽ ചിലപ്പോൾ ഒരു 14 ഉണ്ടാവുള്ളൂ. കാഴ്ച നമുക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. തൃപ്പുണിത്തറയ്ക്കാണ് ട്രിപ്പ് ഉള്ളത്. അതായത് കസ്റ്റമർ എടുത്തിട്ട് പോകണം. അത് 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ കസ്റ്റമർ. അങ്ങനെ ഇറങ്ങുമല്ലേ, ഞാൻ അങ്ങനെ ഇറങ്ങൂല്ലേ എന്നൊരു ഡൗട്ട് അടിച്ചിട്ട് ഞാൻ നിൽക്കായിരുന്നു ഗൈസ്. ഇതേ നമ്മൾ തൃപ്പുണിത്തറ റെയിൽവേ സ്റ്റേഷൻ. അവരുടെ ലൊക്കേഷൻ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു, കുറച്ചപ്പുറത്താണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാലോ. അവിടെ നിന്ന് തന്നെ നേരെ ഇവിടെ കൊണ്ടുവന്ന് സൈഡാക്കി. ഞാനും ഇവിടെ സൈഡാക്കാതെ 5:30 ആയിട്ടുണ്ട് ഗൈസ്. 6 മണിക്കാണ് മെട്രോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. നേരം 5:45 ആയിട്ടുണ്ട്. ഈ മെട്രോയ്ക്ക് പോകാനുള്ളവരാണ് ഈ സൈഡിലും ആ സൈഡിലും ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. 2 സൈഡിലും ആളുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ കിടന്ന് ചിലപ്പോൾ പോസ്റ്റ് ആവും. ഇനി വരുന്ന ട്രെയിനിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഒരു 10 പേര് വരുന്നുണ്ടെങ്കിൽ അതിലൊരു 8 പേര് മെട്രോയ്ക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ബാക്കി ഒരു 2 പേര് ഊബറിന് ഉണ്ടാവുള്ളൂ. മണ്ടത്തരാവാൻ സാധ്യത ഉണ്ട്. ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇതേമാതിരി ഏകദേശം 1 മണിക്കൂറോളം കാത്തുനിന്നിട്ടാണ് ഞാൻ പേട്ട പോയത്. ഇവരൊക്കെ മെട്രോയ്ക്ക് പോകാൻ വരികയാണ്. ഇവിടുന്ന് നേരെ മെട്രോ പോവുക ഉണ്ടാവും. 2 സൈഡിലും ആളായി. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 5:45 അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്തു. ഞാൻ പേട്ട ആ ഭാഗത്തോട്ട് പോവാണ്. അത്രേ പോവാം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി തന്നെ തൃപ്പൂണിത്തറ ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ നേരെ പേട്ട വന്നു. പേട്ട ഇത് മെട്രോ സ്റ്റേഷൻ്റെ പരിസരത്ത് തന്നെ പമ്പ് ഉണ്ടല്ലോ, CNG ബസ് സ്റ്റേഷൻ. അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ സൈഡാക്കി ഇട്ടുകയായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഏകദേശം ഞാൻ ഇവിടെ തൃപ്പൂണിത്തറ എത്തിയത് 5:45 എത്തിയത്. സമയം 6:45, 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ട്രിപ്പ് അടിച്ചത്. എന്തായാലും പറഞ്ഞ കാര്യമില്ല ഗൈസ്. എന്തായാലും ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. എത്തിയിരുന്നു കേട്ടോ. ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. വിളിച്ചിട്ടാണെങ്കിൽ അവർ ഫോൺ കൊടുക്കണില്ല. പുള്ളി വരുമില്ലേ എന്താണെന്ന് നോക്കാം. എക്സിറ്റ് അങ്ങനെയാണ്. ആ പുള്ളിക്കാരനെ ഡ്രോപ്പ് ചെയ്തിട്ടാ. മെയിൻ റോട്ടുമ്പോൾ തന്നെ ആയതുകൊണ്ട് പിന്നെ അല്ലാണ്ട് റിസ്ക് എടുക്കാന്നില്ല. പുള്ളിക്കാരൻ വേഗം ഇറങ്ങി. ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ സംസാരിച്ചുകൊണ്ട് നമ്മുടെ നേരത്തെ കണ്ട ഫ്ലാറ്റ് അത് ഹൈക്കോടതി പൊളിക്കാൻ വിധിച്ച ഫ്ലാറ്റാണ്. 7 വർഷമായിട്ടുള്ള ഫ്ലാറ്റിൻ്റെ പണിയും കാര്യം കഴിഞ്ഞിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തെന്ന് വെച്ചപ്പോൾ മറ്റേ തന്നെ ബിൽഡിംഗ് ക്വാളിറ്റി പോരാ,
എന്തൊക്കെയോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണൊക്കെ ചെയ്തിരിക്കുന്നു തോന്നുന്നുണ്ട് അവിടെ. അപ്പോൾ ആയാലും ഇന്നത്തെ സമിതിയൊക്കെ വന്ന് നോക്കി അത് പൊളിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ബിൽഡർക്ക് ഒരു സംഖ്യൻ്റെ നഷ്ടം ഉണ്ടായിരിക്കും. ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു ഓട്ടം അടിച്ചിട്ടുണ്ട്. നമ്മളെ പടമ്പുകൾ കുന്നുംപുറത്ത് തന്നെ നമ്മളവിടെ വന്ന് സൈഡാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇപ്പം എന്തായാലും ഓട്ടം അടിക്കും. കാരണം പകലായ നേരം വെളുത്തല്ലോ, ഓഫീസ് ടൈമും കാര്യങ്ങളൊക്കെ ആവാറായി, സ്കൂൾ ടൈമൊക്കെ ആയിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവനോട് ജസ്റ്റ് സ്കൂളിൽ പഠിക്കുകയെന്ന് വിചാരിച്ചു. ഞാൻ അവനെ കാണുമ്പോൾ അങ്ങനെ തോന്നിയുള്ളൂ എനിക്ക്. അപ്പോൾ ആൾ ബിടെക്കിന് പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു ബിടെക് കേട്ടോ, എനിക്ക് അവനോട് അത് നേരം ഉണ്ടായിരുന്ന എന്താ പറയുക കലിപ്പുണ്ടായിരുന്നല്ലോ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ കലിപ്പ് അതങ്ങ് മാറിപ്പോകും. അപ്പോൾ നല്ല പയ്യനായിരുന്നു. അവൻ അല്പം ലേറ്റായി പോയതാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു ഒരു സാഹചര്യമാണല്ലോ നമുക്ക്. പിന്നെ അവിടെ കടന്ന് വണ്ടിയിട്ട് 2-3 വട്ടം തിരിക്കേണ്ടി വന്നു. ഒരു ഓട്ടോയും കാറും തൊട്ട് വന്നപ്പോൾ എനിക്ക് നമുക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അതങ്ങോട്ട് നിർത്തി. ഞാൻ ഓട്ടോ ഇടാക്കി. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും. വേറെ ഒന്നുമില്ല, എനിക്ക് ഇന്നും കൂടി ഏകദേശം 10-15 ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ട്രിപ്പുകൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ മൊത്തം കണ്ടന്റ് നമ്മളതിൽ വരുത്തുമ്പോൾ ആ ഒരു ടൈം പീരീഡ് വരും, ലെങ്ത് വരും വീഡിയോക്ക്. സോ നമ്മളിതിപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും സെർച്ചാണ്. എനിക്കിപ്പോൾ 6 കിലോമീറ്റർ ദൂരം നിന്നൊരു പിക്കപ്പ് വന്നു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ എടുത്തില്ല, അക്സെപ്റ്റ് ചെയ്തില്ല. അക്സെപ്റ്റ് റേറ്റ് എന്തായാലും ഒരു പെർസെൻറ്റേജോ 2% ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ നോക്കിയപ്പോൾ മൊത്തം സെർച്ച് ഫുൾ ബ്ലോക്കുമാണ്. 8 മണി ആയിട്ടുള്ളൂ. എന്നാൽ പിന്നെ ഇനി